അടുത്തത് വെൻ ദ വാല്യൂസ് ഇൻ എ സീരീസ് ആർ നോട്ട് ഓഫ് ഈക്വൽ ഇമ്പോർട്ടൻസ്. നമ്മളൊരു ഡേറ്റാ സെറ്റ് എടുക്കുന്ന സമയത്ത് അതിനുള്ള എല്ലാ വാല്യൂസിനും ഈക്വൽ ഇമ്പോർട്ടൻസ് അല്ല വരുന്നതെന്ന് വിചാരിക്കുക. അതായത് എല്ലാത്തിനും ഒരേ പ്രാധാന്യം ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് വരിക? ഞാനൊരു എക്സാമ്പിളോട് കൂടി തന്നെ പറഞ്ഞതാണ്. നമ്മൾ സാധാരണ നമ്മുടെ പ്ലസ് 2 പരീക്ഷ എഴുതി നമ്മൾ ഡിഗ്രിക്കൊക്കെ വരുന്ന സമയത്ത് ഇൻഡെക്സ് മാർക്ക് പരിഗണിക്കും. പറഞ്ഞോ സർ, വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. ഇപ്പൊ ഓക്കെ ആണോ? ഹലോ, ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെ ആണ്. ഓക്കെ ഓക്കെ. എന്തായാലും ബുദ്ധിമുട്ടുണ്ടോ? വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടായിരുന്നു സർ, ഇപ്പൊ ഓക്കെ ആണ്. ഓക്കെ ഓക്കെ. അതായത് നമ്മളൊരു ഡേറ്റാ സെറ്റിനകത്ത് എല്ലാ വാല്യൂസിനും ഈക്വൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ നമ്മൾ ആരെയാണ് ഉപയോഗിക്കുന്നത്? ഞാനത് ഡെഫിനിഷൻ ആയിട്ട് തന്നെ പറഞ്ഞതാണ്. നമ്മൾ വെയിറ്റഡ് മീൻ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. എല്ലാ വാല്യൂസിനും എന്തല്ല ഈക്വൽ ഇമ്പോർട്ടൻസ് അല്ല. ഞാൻ പറഞ്ഞതാണത്. നമ്മൾ പ്ലസ് 2 കഴിഞ്ഞ് നമ്മൾ ഡിഗ്രിക്ക് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ ഇൻഡെക്സ് മാർക്കൊക്കെ പരിഗണിക്കുന്ന സമയത്ത് നിങ്ങൾ സയൻസ് ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ക്രെഡിറ്റോ അല്ലെങ്കിൽ കൂടുതൽ വെയിറ്റേജ് കൊടുക്കുന്നത് എന്തിനായിരിക്കും? സയൻസിനൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ മാത്സിനാണ് എടുക്കുന്നത്, മാത്തമെറ്റിക്സിനൊക്കെ ആയിരിക്കും. ബാക്കി ലാംഗ്വേജിനൊക്കെ എന്തായെടുക്കും? അവര് ഇൻഡെക്സ് കുറച്ചായിരിക്കും അല്ലെങ്കിൽ അതിന്റെ വെയിറ്റ് കുറച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത്. ഓക്കെ, ഞാൻ പറയുന്നത് ഏതിനെങ്കിലും കൂടുതൽ എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാവുന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇൻ ദ മോഡറേറ്റ്ലി സിമെട്രിക്കൽ സീരീസ് ദ അരിത്തമെറ്റിക് മീൻ, മീഡിയൻ ആൻഡ് മോഡ് ആർ റിലേറ്റഡ് ആസ്. നേരത്തെ പറഞ്ഞത് തന്നെയാണ്. നമ്മള് സിമെട്രിക്, അതായത് കമ്പാരിറ്റീവ്ലി സിമെട്രിക് ആയിട്ടുള്ള ഒരു സീരീസ് എടുക്കുന്ന സമയത്ത് ഇവര് മൂന്നും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ ആർക്കെങ്കിലും പറയാമോ? നമ്മൾ ഓൾറെഡി കണ്ടതാണ്. നമ്മുടെ ഓപ്ഷൻ എ തന്നെയാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മുടെ എംപിരിക്കൽ റിലേഷൻ ആയിട്ട് മീൻ മൈനസ് മോഡ് ഈസ് ഈക്വൽ ടു 3 ടൈംസ് മീൻ മൈനസ് മീഡിയൻ. അടുത്ത് നോക്കാം. ദ റിലേഷൻ ബിറ്റ്വീൻ അരിത്തമെറ്റിക് മീൻ, ജോമെട്രിക് മീൻ ആൻഡ് ഹാർമോണിക് മീൻ. ഇവര് മൂന്നും തമ്മിലുള്ള റിലേഷൻ ആണ് നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ സി ആണ് നമുക്ക് വരുന്നത്. ബോത്ത് എ ആൻഡ് ബി. അതായത് ജോമെട്രിക് മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് അരിത്തമെറ്റിക് മീൻ ഇൻറ്റു ഹാർമോണിക് മീൻ ആണ്. അതുപോലെ എന്താണ്? ഫോർ എനി പോസിറ്റീവ് നമ്പേഴ്സ്, വെറുതെ പോസിറ്റീവ് നമ്പേഴ്സ് അല്ല, ഫോർ എനി നമ്പേഴ്സ്. ഞാൻ ആദ്യം പറഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണ്. എന്താണ്? അരിത്തമെറ്റിക് മീൻ ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജോമെട്രിക് മീൻ വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഹാർമോണിക് മീൻ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ സൈക്ലിസ്റ്റ് പെഡൽസ് ഫ്രം ഹിസ് ഹൗസ് ടു his college at a speed of 12 km/h and back from college to his house 18 km/h. The average speed is, നമ്മുടെ ആവറേജ് സ്പീഡ് കണ്ടെത്താനാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. നമ്മൾ ഈ സ്പീഡൊക്കെ പോലുള്ള ആൾക്കാരെ കണ്ടെത്തണമെങ്കിൽ നമ്മുടെ ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരെയാണ് കണ്ടെത്തേണ്ടത്? നമ്മുടെ ഹാർമോണിക് മീൻ വെച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം. ഹാർമോണിക് മീൻ കണ്ടുപിടിക്കണം. അല്ലെ, ഇവിടുത്തെ വാല്യൂസ് ഏതൊക്കെയാണ്? 12ഉം 18ഉം രണ്ട് വാല്യൂസ് ആണുള്ളത്. ഇതിന്റെ ആവറേജ് അല്ലെങ്കിൽ ഇതിന്റെ സ്പീഡിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർമോണിക് മീൻ തന്നെയാണ്. രണ്ട് ഒബ്സർവേഷൻ ആയതുകൊണ്ട് തന്നെ ഹാർമോണിക് മീൻ വിച്ച് ഈസ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ 1/12 പ്ലസ് 1/18. 2 divided by 12 into 18. ഇവിടെ എന്തോരും? 18 into 1 plus 12 into 1. 15. അപ്പൊ എത്ര വരും? 12 ഗുണം 18/15. 3 വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്ര വരും? 5. 4 ഗുണം 18 എത്ര വരും? 72/5. 72/5 നിങ്ങൾക്ക് എത്ര കിട്ടും? 14.4 കിട്ടും. അത് നമുക്ക് ഡയറക്റ്റ് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. കുറച്ച് കാര്യങ്ങൾ നമ്മളൊരു ലോജിക്ക് കൂടെ ഉപയോഗിക്കണേ. ഇതിപ്പോ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് എന്താണ് 14 ഗുണം 5 എടുക്കുമ്പോ എത്ര കിട്ടും? നമുക്ക് 70 കിട്ടും. പിന്നെ ഒരു 2 ആണല്ലോ ഉള്ളത്. അങ്ങനെയാണ് നമ്മൾ എന്തിലേക്ക് വരുന്നത്? 14.4 വരുന്നത്. നിങ്ങളത് മൊത്തം ചെയ്യാൻ നിൽക്കേണ്ട. 72/5, 70നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 14 ആണ്. അപ്പൊ പിന്നെ എന്ത് ചെയ്യുക? 14 വരുന്ന ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. പറഞ്ഞോ സർ. തൊട്ട് മുന്നത്തെ ക്വസ്റ്റിനകത്ത്
രണ്ട് ഒബ്സർവേഷൻ വരുമ്പോഴല്ലേ ജോമെട്രിക് മീൻ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് അരിത്തമെറ്റിക് മീൻ ടു ഹാർമോണിക് മീൻ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അതെ അതെ അതെ. ജനറൽ റിലേഷൻ അപ്പം അത് ശരിയല്ല. അല്ല അത് നമ്മൾ ഇതിനകത്ത് നമ്മളിപ്പം ഇത് ഓൾറെഡി ഇത് ഞാൻ 1-2 ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കണ്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിനകത്ത് നോക്കുമ്പോഴത്തേക്ക് ഇത് തന്നെയാണ് വരുന്നത്. അവർ ഉദ്ദേശിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അതായത് നമ്മളെ ഇവര് തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ ആ റിലേഷൻ പറയുന്നത് നമ്മൾ ആ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അതായത് വേണമെങ്കിൽ നമുക്ക് ഇപ്പൊ അതിനകത്ത് ഇപ്പം ചോദിച്ചത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് ബി ഓപ്ഷൻ അതല്ലേ ഉദ്ദേശിച്ചത്? അതെ, ബി ഓപ്ഷൻ ആണ് വരുന്നത്. പക്ഷെ ഞാനത് ആലോചിച്ചിരുന്നു, ഞാനത് അങ്ങനെ നോക്കിയ സമയത്ത് അതിൽ ഞാൻ ഇത് എടുത്തേക്കുന്നത് ഒരു PG എൻട്രൻസിന്റെ എക്സാമിനാണ് എടുത്തേക്കുന്നത്. അപ്പൊ അവർ കീ ആയിട്ട് കൊടുത്തേക്കുന്നത് ഈ സി ഓപ്ഷൻ തന്നെയാണ് കൊടുത്തേക്കുന്നത്. പക്ഷെ അവിടെയും നമുക്ക് ചലഞ്ച് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് കുറച്ചുകൂടെ ഇതായിട്ട് നമുക്ക് ബി ഓപ്ഷൻ ആണ്. അത് വേണം, അതും പറയാവുന്നതാണ്. ഓക്കെ, അതായത് ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട് ഇത്രേ ഉള്ളൂ. നമ്മുടെ 2 ഒബ്സർവേഷൻസ് വരുന്ന കേസുകളിലാണ് ഈ ഒന്നാമത്തെ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്ത് വരുന്നത്. ഓക്കെ, നമ്മള് ജനറൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ബി ഓപ്ഷൻ മാത്രമായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. അവര് പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇപ്പം 14.4 14.8 പറഞ്ഞോ പക്ഷെ 14.4 14.8 ഉണ്ടല്ലോ. അല്ല, അത് പെട്ടെന്ന് എടുത്താകുന്ന 70+2 ആണല്ലോ. 70+2 ബൈ എത്രയായിരുന്നു? 5 അല്ലായിരുന്നോ? 5 14 5. ഈ 70/5 14 കിട്ടും. 2/5 നമുക്ക് എത്ര കിട്ടും? 0.4 അല്ലേ കിട്ടുന്നത്. അങ്ങനെയാണ് 14.4 കിട്ടുന്നത്. ഞാനേ ഒരാൾ പറഞ്ഞതെന്തായാലും കാര്യമായി. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനകത്ത് പ്രത്യേകിച്ച് ഒരു 2 ഒബ്സർവേഷൻ എന്ന് പറയാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ബി ഓപ്ഷനെ കുറച്ചുകൂടെ ഒന്ന് സ്പെസിഫൈ ചെയ്ത് പറയുന്നതായിരിക്കും നല്ലത്. പക്ഷെ സാധാരണ ഇപ്പം ഈ ഒരു രീതിയിലാണെങ്കിലും ഈ ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് അതിനെ ചലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ മാറ്റാനാണ് സാധ്യത. ഓക്കെ.